റവന്യൂ വരുമാനത്തിലും തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനയുണ്ടായെന്ന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്കിലും കുറവുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും കേന്ദ്രത്തിന് വിമർശനമുണ്ട്. ഫെഡറൽ നയങ്ങൾ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. ശരത്ത്, ഏതൊക്കെ ഇടങ്ങളിലാണ് വളർച്ച കൈവരിച്ചതായി ഈ റിപ്പോർട്ട് അവകാശപ്പെടുന്നത്? ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ശരത്? സുജിയ, സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5 അവതരിപ്പിക്കാനിരിക്കെയാണ് 2022-23 സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വച്ചത്. ഇത് പ്രകാരം കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ നിന്നൊക്കെ തന്നെ സംസ്ഥാനം മെല്ലെ കരകയറുന്നു എന്ന സൂചനകളാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലൂടെ ധനമന്ത്രി പങ്കുവയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനം സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചു എന്നുള്ളതാണ്. GSDP 6.6% വർദ്ധിച്ചു എന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ വരുമാനത്തിലും നികുതി വരുമാനത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വർധനവ് വളരെ നേരിയതാണ്. റവന്യൂ വരുമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ വർധനവ് 0.21%. അതായത് 2021-22 സാമ്പത്തിക വർഷം 12.48% റവന്യൂ വരുമാനം 2022-23 ആകുമ്പോഴേക്കും 12.69% വർദ്ധിച്ചിരിക്കുന്നത്. തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ 2021-22 വർഷം 22.41% നികുതി വരുമാനം 2022-23 ആകുമ്പോഴേക്കും 23.36%, അതായത് 0.95% വർദ്ധിച്ചു എന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റവന്യൂ കമ്മി 0.88% കുറഞ്ഞു. ധനക്കമ്മി 2.44% കുറഞ്ഞു എന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് 10.16% 8.19% കുറയുകയാണ് ഉള്ളത്. ആഭ്യന്തര കടവും അതുപോലെ തന്നെ പൊതുകടവും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചു വരുന്നതേയുള്ളൂ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും പ്രധാനമായും പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം ഇപ്പോൾ ഒരു തരത്തിലും നീതീകരിക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തിലാണ്. അതിൽ അസമത്വം നിറഞ്ഞു നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫെഡറൽ നയങ്ങൾ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവലോകന റിപ്പോർട്ടിലും കേന്ദ്ര സർക്കാരിന് വിമർശനമുണ്ട്. തിങ്കളാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ബജറ്റിന്റെ ഉള്ളടക്കം അറിയാനുള്ള ആകാംക്ഷയും ഇവിടെ നിലനിൽക്കുന്നു. ശരത് കെ ശശിയാണ് ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.